Iran launched a large-scale attack of over 180 ballistic missiles directly from Iranian soil at the State of Israel. There were a small number of hits in the center of Israel and some other hits in the southern Israel. The majority of the incoming missiles were intercepted by Israel and a defensive coalition led by the United States. Iran's attack is a severe and dangerous escalation. There will be consequences. Our defensive and offensive capabilities are at the highest levels of readiness. Our operational plans are ready. We will respond wherever, whenever, and however we choose, in accordance with the directive of the government of Israel. ഇതാണ് ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കൃത്യമായി പറഞ്ഞു വെക്കുന്നു. തിരിച്ചടി ഉണ്ടാവുമെന്ന്. എങ്ങനെ എപ്പോൾ ആക്രമിക്കണമെന്ന് ഞങ്ങൾ തീരുമാനിക്കും. അതിനു വേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായി എന്നാണ് ഇസ്രായേൽ പറയുന്നത്. അതായത് ഒരു യുദ്ധ പ്രഖ്യാപനമാണ്. അതിന് തൊട്ടു പിന്നാലെയാണ് ഇസ്രായേലിൽ നിന്ന് ലെബനനിലേക്ക് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇറാനിലേക്ക് നേരിട്ടൊരു ആക്രമണം ഇതുവരെയും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്ന് എടുത്തു പറയേണ്ടതുണ്ട്. ഇനി എന്തായിരിക്കും സാധ്യതകൾ? ഒരുപക്ഷെ ഇസ്രായേലിൽ നിന്ന് ഇറാനിലേക്ക് ഒരു സൈനിക നടപടി ഉണ്ടായാൽ അത് കരമാർഗമെങ്കിൽ അത് എങ്ങനെയായിരിക്കും? ഒന്ന് മാപ്പിന്റെ കൂടെ സഹായത്തോടെ. അതായത് ഇസ്രായേലിൽ നിന്ന് കരമാർഗമുള്ള ആക്രമണത്തിനുള്ള സാധ്യത വളരെ കുറവാണ്. മറ്റൊന്ന് ഈ കടലിലൂടെയുള്ള ആക്രമണമാണ്. ഇവിടെ അമേരിക്കയുടെ പടക്കപ്പലുകൾ അടക്കം വിന്യസിച്ചിരിക്കുന്നത് ഈ ഇറാനോട് ചേർന്നുള്ള ഈ മേഖലകളിലാണ്. ഇവിടെ അമേരിക്കയുടെ എയർ ബേസുകൾ ഈ മേഖലയിൽ ഗൾഫിനോട് ചേർന്നുള്ള ഈ പല പ്രദേശങ്ങളിലും അമേരിക്കയുടെ എയർ ബേസുകളുണ്ട്. ആ എയർ ബേസുകളിൽ നിന്ന് ഇത്തരത്തിലേക്കൊരു ആക്രമണം അമേരിക്കയുടെ പിന്തുണയോടുകൂടി മാത്രമേ ഇറാനിലേക്കൊരു ആക്രമണം നടത്താൻ കഴിയുള്ളൂ. അമേരിക്ക എല്ലാ കാലത്തും ഇറാനിന് വിരുദ്ധമായ നിലപാടുകൾ സ്വീകരിക്കുന്ന രാജ്യമാണ്. അമേരിക്കയുടെ 30ഓളം ഉപരോധങ്ങൾ നിലവിൽ ഇറാൻ നേരിടുന്നുണ്ട്.